നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വരാഹി സ്തോത്രമാണ് ജപിക്കുന്നത്. വരാഹി അമ്മ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായ വരാഹം, അങ്ങനെയാണ് പറയുന്നത്. അസുര രാജാവായ ഹിരണ്യകശിപനെ വധിച്ച ശേഷം നരസിംഹ ഭഗവാനെ സമാധാനിപ്പിക്കാനാണ് വരാഹി അമ്മയുടെ അവതാരം. ദേവി ഭഗവാന്റെ മടിയിലിരുന്ന് ഭഗവാനെ നരസിംഹത്തെ സമാധാനിപ്പിച്ചു. അതിനുശേഷം അവർ സ്വർഗത്തിലേക്ക് മടങ്ങി എന്നാണ് വിശ്വാസം. വരാഹി ദേവി നരസിംഹ ഭഗവാനെ ശാന്തമാക്കിയതുപോലെ യഥാർത്ഥ ഭക്തിയോടെ തന്നെ ആരാധിക്കുന്നവരെ അമ്മ ശാന്തമാക്കുന്നു, അവരുടെ മനസ്സിനെ ശാന്തമാക്കും. വരാഹിയമ്മയുടെ രൂപം കാണുമ്പോൾ നമുക്ക് ഉഗ്രമായി തോന്നാമെങ്കിലും ഹൃദയത്തിൽ നിന്നുള്ള ഒരു അവതാരമാണ് വരാഹിയമ്മ. അവളെപ്പോഴും തൻ്റെ ഭക്തരോട് കരുണയും സ്നേഹവും ഒക്കെ നിറഞ്ഞു തുളുമ്പിയ ഒരു ദേവിയാണ്. ശുദ്ധമായ ഭക്തിയോടും ഹൃദയത്തോടും കൂടി ചോദിച്ചാൽ തൻ്റെ ഭക്തർക്ക് എല്ലാ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ചൊരിയുന്ന ദേവിയാണ് വരാഹി ദേവി. പക്ഷെ ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണ് അമ്മയെ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ ദോഷങ്ങൾ വരണമെന്നൊക്കെ ചിന്തിച്ചാണ് നമ്മൾ അമ്മയെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അമ്മ ഒരിക്കലും ആ പ്രാർത്ഥന കേൾക്കില്ല. ഒന്നും ദേവി അങ്ങനെ ഒരു ജീവിക്കും ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കില്ല. അമ്മ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കും. അമ്മ നോക്കും ഈ പ്രാർത്ഥന ശരിയാണോ, പറയുന്നത് ശരിയാണോ എന്ന് അമ്മ നോക്കി മാത്രമേ അതിനുള്ള ഫലം കൊടുക്കുകയുള്ളൂ. അപ്പം ദുരുദ്ദേശത്തോടു കൂടിയുള്ള പ്രാർത്ഥന വരാഹി അമ്മയുടെ അടുത്ത് വേണ്ട. അപ്പം മൂലമന്ത്രമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെല്ലാം, അതല്ല സ്തോത്രം വേണമെങ്കിലും നമുക്ക് ചൊല്ലി അമ്മയെ പൂജിക്കാം. മൂലമന്ത്രമാണെങ്കിൽ 108 പ്രാവശ്യമൊക്കെ ജപിക്കണം. അത് സമയക്കുറവുള്ളവർ 3 പ്രാവശ്യം ജപിക്കാം. ഞാനിവിടെ ഒരു സ്തോത്രമാണ് ഇവിടെ ജപിക്കുന്നത്, എല്ലാവരും കേൾക്കണം. വരാഹിയമ്മയുടെ മൂലമന്ത്രം ഞാനൊന്ന് പറയാം. ഓം ക്ലീം വരാഹ മുഖീ ഹ്രീം സിദ്ധിസ്വരൂപിണീ ശ്രീം ധനാവസംഹരി ദാനം വർഷയ സ്വാഹ. ഈ മന്ത്രമാണെങ്കിൽ 108 തവണയെങ്കിലും ജപിക്കണമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഒരു സ്തോത്രം, ആദിവരാഹി സ്തോത്രമാണ് ഇവിടെ ജപിക്കുന്നത്. അപ്പം വരാഹിയമ്മയുടെ എന്താണ് സൗമ്യഭാവമായിട്ടാണ് നമ്മളിവിടെ ഈ സ്തോത്രം ജപിച്ചിരിക്കുന്നത്. വരാഹി അമ്മ സൗമ്യമായ ഭാവത്തിലാണ്, ആശയവിനിമയത്തിൻ്റെ ദേവതയായിട്ടാണ് അമ്മയെ വാഴ്ത്തപ്പെടുന്നുണ്ട്. സിദ്ധധർമ്മമനുസരിച്ച് അവൾ മനസ്സിൻ്റെയും വികാരങ്ങളുടെയൊക്കെ ദേവതയാണ്. ശത്രുക്കളുടെ പ്രതികൂല സ്വാധീനം അവളില്ലാതെ, നമുക്ക് ശത്രു ശല്യമുള്ള സമയത്താണ് നമ്മൾ അത് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ശത്രുക്കളുടെ ശല്യം ഇല്ലാതാക്കി തരുന്നത്. പിന്നെ എതിരാളിയുടെ മനസ്സിനെയും വികാരങ്ങളെയൊക്കെ നിശ്ചലമാക്കാനുള്ളൊരു കഴിവ് വരാഹിയമ്മയുടെ സ്തോത്രത്തിനുണ്ട്. എതിരാളികളെ കീഴടക്കാനും ജയിക്കാനും ഈ അമ്മ സഹായിക്കുന്നു. അപ്പോൾ നമ്മളുടെ അവബോധമൊക്കെ, ചിന്തിക്കാനുള്ള ആ ഒരു ബോധമൊക്കെ വികസിപ്പിച്ച് വിജയത്തിനായി നമ്മെ നയിക്കും. ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രതീക്ഷയും കഴിവും ഒക്കെ അമ്മ വർദ്ധിപ്പിച്ചു തരും. ആത്മീയ ജ്ഞാനം കൊണ്ട് നമ്മുടെ അഹംബോധത്തെ പ്രകാശിപ്പിക്കും. ആരോഗ്യം പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നു. ആരോഗ്യമില്ലാത്തവരാണ്, അസുഖമുള്ള കണ്ടീഷനാണെങ്കിൽ അമ്മയെ പ്രാർത്ഥിച്ചാൽ അമ്മ അതും നമുക്ക് നൽകും എന്നാണ് വിശ്വാസം.
ശുദ്ധമായ ബോധം, അറിവ്, ആത്മസാക്ഷാത്കാരം എന്നിവയൊക്കെ നമ്മളിൽ ഉയർത്തിപ്പിടിക്കും. വിഘടിപ്പിക്കുന്ന ശക്തികളെയും കർമ്മഭാരങ്ങളെയൊക്കെ അമ്മ ഇല്ലാതാക്കും. പിന്നെ ബുദ്ധിയും മനസ്സും വാക്ചാതുര്യമൊക്കെ നമുക്ക് കൂടുതൽ മൂർച്ച കൂട്ടിത്തരും. ശാരീരികവും മാനസികവുമായ ആത്മീയവുമായിട്ടുള്ള ക്ഷേമം മെച്ചപ്പെടുത്തും. ദുരന്തങ്ങൾ, ആസന്നമായ അപകട ഭീഷണികൾ എന്നിവയിൽ നിന്നെല്ലാം അമ്മ സംരക്ഷണം നേടും. അപ്പം വരാഹി അമ്മയെ പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങളാണ് ഇതെല്ലാം. അപ്പം അമ്മയെ പ്രാർത്ഥിക്കുക, മൂലമന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ സ്തോത്രങ്ങളൊക്കെ ജപിക്കുക. അപ്പോൾ നമ്മുടെ പുരോഗതിയിലൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് ആ തടസ്സങ്ങളൊക്കെ അമ്മ മാറ്റിത്തരും. തീർച്ചയായിട്ടും അമ്മയെ പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. ചൊവ്വാഴ്ചയും ദേവിയുടെ ദിവസമാണ്. അപ്പം അന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മ കൈവരുത്തി തരും. അപ്പം ഭൗതിക സൗകര്യങ്ങളും സ്വത്തും ഭൂമിയൊക്കെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവങ്ങളൊക്കെ അങ്ങനെയാണ് നോക്കുന്നത്, നമുക്ക് അതിന് അർഹതയുണ്ടോ, അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ആ അർഹതയുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറ്റി നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് തരും. അപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയം നൽകും. അപ്പം നമുക്ക് സ്തോത്രത്തിലേക്ക് പോകാം. ആദിവാരാഹി സ്തോത്രം. നമോസ്തു ദേവി വാരാഹി ജയങ്കാരസ്വരൂപിണി ജപിത്വഭൂമിരൂപേണ നമോ ഭഗവതി പ്രിയേ ജയക്രോഡാസ്തു വാരാഹി ദേവി ത്വം ച നമാമ്യഹം ജയവാരാഹി വിശ്വേശി മുഖ്യവാരാഹി തേ നമഃ മുഖ്യവാരാഹി വന്ദേ ത്വാമന്ധേ അന്തിനി തേ നമഃ സർവദുഷ്ടപ്രദുഷ്ടാനാം വാക്സ്തംഭനഹരി നമഃ നമസ്തംഭിനി സ്തംഭേ ത്വാം ജൃംഭേ ജൃംഭിണി തേ നമഃ രുന്ധേ രുന്ധിനി വന്ദേ ത്വാം നമോ ദേവി ത്വമോഹിനി സ്വഭക്താനാം ഹി സർവേഷാം സർവകാമപ്രദേ നമഃ ബാഹോസ്തംഭഹരി വന്ദേ ത്വാം ജിഹ്വസ്തംഭകാരിണി സ്തംഭനം കുരു ശത്രുണാം കുരു മേ ശത്രുനാശനം ശീഘ്രം വശ്യം ച ഗുരുദേ യോഗ്നൗ വാചാത്മികേ നമഃ ചതുഷ്ടയരൂപേ ത്വാം ശരണം സർവദാ ഭജേ ഹോമാത്മകേ വഡ്രൂപേണ ജയ ആദ്യാനനീ ശിവേ ദേഹി മേ സകലാൻ കാമാൻ വാരാഹി ജഗതീശ്വരി നമസ്തുഭ്യം 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 നമോ നമഃ. ഇദമാത്യാനനാസ്തോത്രം സർവപാപവിനാശനം പഠേത്യ സർവഥാ ഭക്ത്യാ പാതകൈർമുച്യതേ തഥാ
ലഭന്തെ ശത്രവോ നാശം ദുഃഖരോഗാപമൃത്യുവഃ മഹദായുഷ്യമാപ്നോതി അലക്ഷ്യം നാശമാപ്നുയാത് അലക്ഷ്മീർനാശമാപ്നുയാത്. ഓം ശ്രീവരാഹ്യേ നമഃ.